സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് സാംസങ് ഓൺ 5 ഇതിന്റെ മോഡൽ നമ്പർ G550. ഇതിന്റെ ചാർജിങ് കംപ്ലൈന്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ചാർജിങ്ങിൽ എന്തെല്ലാം കംപ്ലൈന്റ്സ് വരാം അതെല്ലാം പറയുന്നുണ്ട്. ആദ്യമായിട്ട് ചാർജിങ്ങിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, ചാർജിങ്ങിന്റെ കംപ്ലൈന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചാർജിങ് കണക്ടർ ഒന്ന് ചെക്ക് ചെയ്തോളുക. ചാർജിങ് കണക്ടർ ഡാമേജ് ഉണ്ടെന്നൊരിൽ നിങ്ങൾ മാറുക. പിന്നെ മൾട്ടിമീറ്റർ വോൾട്ടേജിൽ ഇട്ടേച്ച് നിങ്ങൾക്ക് ഒരു പ്രോബ് ഗ്രൗണ്ടിൽ വെച്ചേച്ച് മറ്റേ പോസിറ്റീവ് പ്രോബ് വെച്ച് നിങ്ങൾക്ക് വോൾട്ടേജ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഏകദേശം ചാർജിങ് കണക്ടർ ഓക്കെയാണ്. ഇതിന്റെ ബാക്കിയുള്ള കണക്ഷൻസ് എത്ര കണക്ഷൻസ് ഉണ്ട്? ഏഴ് കണക്ഷൻസ് ആണ് ഇതിനുള്ളത്. ഈ 7 കണക്ഷൻസും എങ്ങോട്ടാണ് കയറുന്നതെന്ന് പറയാം. പിന്നെ ഇതിന്റെ ഈ പോസിറ്റീവ് വോൾട്ടേജ് നേരെ കയറുന്നത് ഈ പോയിന്റിലേക്കാണ്. ഇതാണ് ഇതിന്റെ ആദ്യമേ വരുന്ന ഫിൽറ്ററിംഗ് കപ്പാസിറ്റർ. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റിലേക്ക്, അതായത് താഴത്തെ പോയിന്റിലേക്ക് ഈ കണക്ഷൻ കയറുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ജമ്പർ കൊടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത് ഈ IC കൂടെ കയറിയച്ച്, ഇവിടെ ഒരു IC നിങ്ങൾക്ക് കാണാം. ഈ IC കൂടെ കയറിയച്ചാണ് ഈ കപ്പാസിറ്ററിലേക്ക് വരുന്നത്. അപ്പം ഈ IC ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിലേക്ക് വോൾട്ടേജ് വരില്ല. അതായത് ഈ കപ്പാസിറ്ററിന്റെ ഈ സൈഡിലേക്ക് വോൾട്ടേജ് വരത്തില്ല ഈ IC ഡാമേജ് ആയി കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിചാരിച്ചോണം ഈ IC ഡാമേജ് ആയിട്ടുണ്ടെന്നുള്ളത് വിചാരിച്ചോണം. അപ്പോൾ ഈ IC എടുത്തേച്ച് നിങ്ങൾക്ക് വേറൊരു IC ഇടാവുന്നതാണ്. ഇത് J2-ലുണ്ട് ഈ IC. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജമ്പർ ഞാൻ പറഞ്ഞു തരാം. ഈ കപ്പാസിറ്ററിന്റെ ഈ താഴത്തെ ഈ കണക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് ഈ ആദ്യത്തെ സൈഡിലേക്ക്, ICയുടെ അടുത്തിരിക്കുന്ന സൈഡിലേക്ക് ഒരു ജമ്പർ കൊടുത്താൽ മതിയാവും. ഈ കമ്പോണന്റ് റിമൂവ് ആക്കണമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിന്റെ കണക്ഷൻസ്, എല്ലാ കണക്ഷൻസും ജമ്പർ എങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്ന് ഞാനൊന്ന് പറയാം. അതിനു മുന്നേ നിങ്ങൾ ചാർജിങ്ങിൽ പ്രശ്നമുണ്ടെങ്കിൽ, ചാർജിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിന്റെ ഷോട്ടിങ് ഒന്ന് ചെക്ക് ചെയ്തോളുക. ഷോട്ടിങ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ലാത്തവര് പ്ലേലിസ്റ്റിൽ SMD കമ്പോണൻസ് ചെക്കിംഗ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഫോൾഡർ ഉണ്ട്. അതിന് എങ്ങനെയാണ് ഫോണിന്റെ ഷോട്ടിങ് ചെക്ക് ചെയ്യുക, എങ്ങനെയാണ് കമ്പോണൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായ രീതിയിൽ ഒരുപാട് വീഡിയോസ് അതിൽ ലഭ്യമാണ്. പിന്നെ ഇതിന് 7 കണക്ഷൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ പ്രിന്റ് എല്ലാം ഡാമേജ് ആയിട്ടുണ്ടെന്നൊരു ഇവിടുന്ന് ആദ്യത്തെ പോയിന്റ്, അതായത് ഈ സൈഡിൽ നിന്ന് ആദ്യത്തെ പോയിന്റ്, ഈ സൈഡിൽ നിന്ന് തൊട്ടാണ് ഞാൻ പറഞ്ഞു പോവുക. ഈ സൈഡിൽ നിന്ന് ആദ്യത്തെ പോയിന്റ് നിങ്ങൾക്ക് ഈ കമ്പോണന്റിന്റെ ഇങ്ങോട്ട് നിങ്ങൾക്ക് ജമ്പർ കൊടുക്കാവുന്നതാണ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കണക്ഷനാണ് നിങ്ങളുടെ ബ്രേക്ക് ആയതെങ്കിൽ നേരെ ഇങ്ങോട്ട് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ പിന്നിന്റെ കണക്ഷൻ, അതായത് ഈ കപ്പാസിറ്ററിന്റെ അടിയിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. മൂന്നാമത്തെ പിന്നാണ് നിങ്ങളുടെ ബ്രേക്ക് ആയതെങ്കിൽ മൂന്നാമത്തെ പിന്ന് നേരെ ഇങ്ങോട്ടാണ് കയറുന്നത്. മൂന്നാമത്തെ കണക്ഷൻ, അതായത് ഇവിടെ വലിയൊരു റെസിസ്റ്റൻസ് ഇരിപ്പുണ്ട്. മൂന്നാമത്തെ റെസിസ്റ്ററിന്റെ ഈ സൈഡിലേക്ക്, റെസിസ്റ്ററിന്റെ ലാസ്റ്റ് ഇങ്ങേ സൈഡിലേക്കാണ് മൂന്നാമത്തെ കണക്ഷൻ കയറുന്നത്. നാലാമത്തെ കണക്ഷനാണ് നിങ്ങളുടെ പോയതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ തൊട്ടടുത്തിരിക്കുന്ന ചെറിയ റെസിസ്റ്ററിന്റെ ഈ സൈഡിൽ, അതായത് നേരത്തെ മൂന്നാമത്തെ ഈ സൈഡിലാണ്, അതുപോലെ തന്നെ ആ സൈഡിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് ജമ്പർ. അതായത് ഈ 2 ചെറിയ റെസിസ്റ്ററിന്റെ ഈ സൈഡിൽ ആണ് കണക്ഷൻ വരുന്നത്. നാലാമത്തെ കണക്ഷൻ ഈ റെസിസ്റ്ററിന്റെ ഈ സൈഡിലാണ്. അഞ്ചാമത്തെ കണക്ഷനാണ് നിങ്ങളുടെ പോയേക്കുന്നതെങ്കിൽ അഞ്ചാമത്തെ കണക്ഷൻ നിങ്ങൾ ഒരു ജമ്പർ എടുത്തേച്ച് നിങ്ങൾക്ക് ഈ റെസിസ്റ്ററിലെ വലിയ റെസിസ്റ്ററിന്റെ ഈ സൈഡിലേക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ 6ഉം 7ഉം ആണ് ബാക്കി വരുന്നത്. 6ഉം 7ഉം നെഗറ്റീവാണ്. അത് നിങ്ങൾക്ക് ഗ്രൗണ്ടിലേക്ക് നിങ്ങൾക്ക് ജമ്പർ കൊടുക്കാവുന്നതാണ്. ഒരു തവണയും കൂടെ ഞാൻ വിശദമായിട്ട് പറയാം, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ കണക്ഷനാണ് പോയതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ജമ്പർ കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ കണക്ഷനാണ് പോയതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ജമ്പർ കൊടുക്കാവുന്നതാണ്. മൂന്നാമത്തെ കണക്ഷനാണ് പോയതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ജമ്പർ കൊടുക്കാവുന്നതാണ്. നാലാമത്തെ കണക്ഷനാണ് പോയതെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തിരിക്കുന്ന റെസിസ്റ്ററിലേക്ക് ജമ്പർ കൊടുക്കാവുന്നതാണ്. അഞ്ചാമത്തെ കണക്ഷനാണ് പോയേക്കുന്നതെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ വലിയ റെസിസ്റ്ററിലേക്ക് ജമ്പർ കൊടുക്കാവുന്നതാണ്.
6ഉം 7ഉം ഗ്രൗണ്ടാണ്. അപ്പോൾ ഇത്രയും കണക്ഷൻസ് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബാറ്ററി കോണ്ടാക്റ്റിൽ വോൾട്ടേജ് കാണിക്കണം. ഈ വോൾട്ടേജ് കാണിക്കുന്നുണ്ടെന്നതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ചാർജ് ചെയ്യും. ഏതെങ്കിലും കാരണവശാൽ ഈ വോൾട്ടേജ് കാണിക്കുന്നില്ല എന്നതിൽ നിങ്ങൾ ഈ കണക്ഷൻസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തോളുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്നതിലും ഡൗട്ടുള്ളവർ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലം വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.